മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീണ് കിടക്കുന്ന കണ്ണനെയാണെങ്കിൽ ദുർഗയും ഉണ്ണിയും കൂടെ സഹായിച്ചുകൊണ്ട് തന്നെ എഴുന്നേറ്റിരുത്തുകയാണ് കട്ടിലിൽ. എന്നിട്ട് ദുർഗ പറയുന്നുണ്ട്, നീ എന്തിനാണ് മോനെ തന്നെ എണീക്കാനെല്ലാം നോക്കിയത്? നിനക്ക് അല്ലെങ്കിലും നടക്കാനൊന്നും പറ്റില്ലല്ലോ, പിന്നെ നീ എന്തിനാണ് ഈ സാഹസം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്ന് പതിയെ ശ്രമിച്ച് നോക്കിയതാണെന്നെല്ലാം ദുർഗയോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മിക്കാണെങ്കിൽ ആകെ ഭയമായിക്കൊണ്ട് തന്നെ നിൽക്കുന്നു. മഹാലക്ഷ്മിയോടായിട്ട് ലേഖ പറയുന്നുണ്ട്, നമ്മൾ എന്താണെങ്കിലും കണ്ണേട്ടനോട് ഈ കാര്യം ഒരിക്കലും പറയരുത്. കണ്ണേട്ടൻ ഏതെങ്കിലും വഴിക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ കണ്ണേട്ടനെ ചതിച്ചെന്നാണ് കണ്ണേട്ടൻ വിചാരിക്കുക. അതുകൊണ്ട് മഹി ഒരിക്കലും ഈ കാര്യം കണ്ണേട്ടനോട് പറയരുതെന്നെല്ലാം ലേഖ പറയുന്നുണ്ട്. പിന്നീട് 7-ാം മാസത്തിലെ ചടങ്ങ് നടക്കുന്നത് കൊണ്ട് മഞ്ജുവും സാഗറും കൂടെ കമലേശ്വരത്തോട്ട് വരികയാണ്. എന്നിട്ട് മഞ്ജു ആണെങ്കിൽ ദുർഗയോടായിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയുടെ മോൻ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും പ്ലാനിങ് ചെയ്താണല്ലോ കാര്യങ്ങളെല്ലാം കുളമാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്നെല്ലാം മഞ്ജു പറയുന്നത് കേട്ട് ദുർഗയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതുപോലെ ഏട്ടത്തിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അത് നടക്കില്ല എന്നെല്ലാം മഞ്ജു തീർത്തു പറയുന്നു. അത് കേട്ട് കണ്ണൻ പറയുന്നുണ്ട്, ആ ചടങ്ങ് മുടക്കാൻ ശ്രമിക്കുന്നവരെ ആരും ഈ വീട്ടിൽ ഇനി മുന്നോട്ട് ജീവിക്കില്ല എന്നെല്ലാം കണ്ണൻ താക്കീത് ചെയ്യുന്നു. പിന്നീട് ലേഖയാണെങ്കിൽ മഹിയെ ഒരുക്കിക്കൊണ്ട് വരികയാണ്. 7-ാം മാസത്തിലെ ചടങ്ങിന് വേണ്ടി കമലേശ്വരത്തോട്ട് പോകാൻ ഒരുങ്ങുന്ന മഹിയെ വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഒരുക്കി വിടുകയാണ് ലേഖ. പക്ഷേ ലേഖയുടെ മനസ്സിലാണെങ്കിൽ വളരെ സങ്കടമുണ്ട്. കാരണം മഹിയെ പിരിഞ്ഞിരിക്കാൻ ഇപ്പോൾ ലേഖയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല. മഹിയോടായിട്ട് ഓരോ കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ട് അനന്ത് പറയുന്നുണ്ട്, നീ എന്താണ് ലേഖ ഈ പറയുന്നത്? മഹിക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ, അതുകൊണ്ട് അവരത് ശ്രദ്ധിച്ചോളും എന്നെല്ലാം പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട്, മഞ്ജു ഉണ്ടാക്കി തരുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാവുള്ളൂ, അല്ലാതെ വേറെ ആര് തരുന്നതും കഴിക്കരുതെന്നെല്ലാം പ്രത്യേകിച്ചായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അത് കേട്ട് നമ്മുടെ മഹി പറയുന്നുണ്ട്, ഞാൻ നീ പറയുന്നത് പോലെ എല്ലാം ചെയ്തോളാം, അതൊക്കെ നീ ശ്രദ്ധിച്ചോളാം, സമാധാനമായിട്ട് ഇരുന്നോളാനായിട്ട് പറയുന്നുണ്ട്. പിന്നീട് കരുണാലയത്തിലോട്ട് വരികയാണ് വാമദേവൻ. വാമദേവന് പല ഗൂഢലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവിടെ എത്തുന്നതും പ്രതാപനാണെങ്കിൽ മുൻവശത്ത് തന്നെ ഇരിപ്പുണ്ടായിരിക്കും. അങ്ങനെ പ്രതാപനെ കാണുന്നതും വാമദേവനാണെങ്കിൽ ആകെ ഒന്ന് ഷോക്കാകുന്നുണ്ട്. കാരണം ഇനി എന്തൊക്കെയാണോ ഇവൻ വിളിച്ച് പറയാൻ പോകുന്നതെന്ന് ഓർത്ത് വാമദേവൻ അടുത്തോട്ട് വരുന്നതും പ്രതാപനാകെ വയലൻ്റ് ആകുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? നിന്നെ എനിക്ക് കാണണ്ട എന്നല്ലേ പറഞ്ഞതെന്നെല്ലാം ചോദിച്ചുകൊണ്ട് വളരെയേറെ ദേഷ്യപ്പെടുന്നുണ്ട്. അതേസമയം പ്രതാപൻ്റെ കൂടെ തന്നെ വിശ്വനാഥൻ്റെ ഒരു നിഴൽ പോലെയുള്ള രൂപം കൂടെ കാണുകയാണ് നമ്മുടെ വാമദേവൻ. ഇത് കണ്ടാകെ വാമദേവനാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ താൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ തന്നെ വാമദേവൻ തിരിച്ചവിടെ നിന്ന് തന്നെ പോകുകയാണ്. പോകുന്ന സമയത്തെല്ലാം തന്നെ വിശ്വനാഥൻ്റെ ആ രൂപം തൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് വാമദേവനിൽ. പ്രതാപനെ പിന്തുടർന്ന പോലെ തന്നെ തന്നെയും ഇനി വിശ്വനാഥൻ വകവരുത്തുമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് വാമദേവനാണെങ്കിൽ ആകെ വട്ടുപിടിക്കുന്നു. എല്ലാ കാര്യങ്ങളും തൻ്റെ കൈവിട്ട് പോയിരിക്കുന്നു എന്ന് വാമദേവൻ അപ്പോൾ തന്നെ മനസ്സിലാക്കുന്നു. ഇനി തനിക്കൊരിക്കലും രക്ഷയില്ല. വിശ്വനാഥൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി കണ്ണൻ അറിയാനായിട്ട് ഇതൊട്ടും താമസമില്ല എന്ന് തന്നെ വാമദേവൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ വളരെ ഭയത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ് വാമദേവൻ. പിന്നീട് കമലേശ്വരത്താണെങ്കിൽ 7-ാം മാസത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതിനിടയിൽ പ്രതാപം പറയുന്നുണ്ട്, ഇനി ലക്ഷ്മി മോളെ ഇങ്ങോട്ട് വേണം കൊണ്ടുവരാൻ. അതാണല്ലോ നാട്ടു നടപ്പ്. അതുകൊണ്ട് ഇനി അവളെ കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ണനാണെങ്കിൽ ഇങ്ങോട്ട് വരും. അപ്പോൾ എനിക്കും കണ്ണനും എല്ലാം നേരിട്ട് കാണുകയും ചെയ്യാം, പല കാര്യങ്ങളും സംസാരിക്കുകയും ചെയ്യാമെന്നെല്ലാം പ്രതാപം പറയുന്നത് കേട്ട് മുത്തശ്ശിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്താണ് പ്രതാപ ഈ പറയുന്നത്? നിനക്ക് തലക്ക് വെളിവിലെന്നും പറഞ്ഞുകൊണ്ട് എന്തും വിളിച്ചു പറയാമെന്നാണോ നീ വിചാരിക്കുന്നതെന്നെല്ലാം ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുമ്പോൾ പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയുടെ നേരെ ചാടിക്കടിക്കുന്നു. നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ ഒറ്റ ഒരാളാണ് ഇതിനൊന്നും സമ്മതിക്കാത്തത്. എൻ്റെ കണ്ണനെ എനിക്ക് കാണാനായിട്ട് എത്ര പ്രാവശ്യം അവസരമുണ്ടായെന്നും അവനെ ഫോൺ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടും അതൊന്നും സമ്മതിക്കാതിരുന്ന നിങ്ങളല്ലേ, നിങ്ങളൊന്നും സംസാരിക്കേണ്ട, നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപനാവണിൽ മുത്തശ്ശിയുടെ നേരെ ദേഷ്യപ്പെടുന്നു. ഇത് കണ്ടാകെ സന്തോഷം സമാധാനം നഷ്ടപ്പെടുകയാണ് മുത്തശ്ശിയുടെ. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.